ഓർഡർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള മോശം റെസ്പോൺസ് ആണ് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടുക്കത്തില്ല. കസ്റ്റമർ കെയർ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്, 2 എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസി ആയിരിക്കും. അതുപോലെ തന്നെ ഇവര് കമന്റ് സെഷൻ എല്ലാം ലിമിറ്റഡ് ആക്കി വെച്ചേക്കുക. നമുക്കപ്പം ആ കമന്റ്സിൽ പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇവരിങ്ങനെ പുതിയ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. ഓൺലൈൻ പർച്ചേസിങ് പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഓൺലൈൻ പർച്ചേസിങ്. അത് പ്രത്യേകിച്ച് ഈ ഒരു പേരും ഇല്ലാത്ത ഏതെങ്കിലും പേജുകളിലൊന്ന് പോയി വാങ്ങില്ലെന്ന് നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നെ ഈ ലോങ് ടൈമിൽ ഡെലിവറി ആവുന്ന സാധനങ്ങളും വാങ്ങാൻ നിൽക്കരുത്, കിട്ടത്തില്ല. പ്രത്യേകിച്ച് ഈ തുണിമണി സാധനങ്ങളാകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ അമ്മമാരോട് ഇപ്പൊ കാണിച്ചു കൂട്ടും. ക്വാളിറ്റി കാണത്തില്ല, അങ്ങനെ എന്തെങ്കിലും. എന്നാ പോട്ട് ക്വാളിറ്റി ഇല്ലാത്തതെങ്കിലും അമ്മമാരെ തരുമോ, അതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന സുഖ്രിയ എന്ന് പറയുന്ന ഒരു പുതിയ പേജാണ്, ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ അവിടെ ഈ റീറ്റെയിൽ ഹോൾസെയിൽ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് റീഫണ്ട് പോളിസി അങ്ങനെയുള്ള ഒരു കേസാണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ സുക്രിയ എന്ന് പറയുന്ന പേജിൽ തുണി സാധനങ്ങളൊക്കെ വിൽക്കുന്നത് വളരെ കുറഞ്ഞ റേറ്റിൽ വിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒരു കുട്ടി ഓർഡർ ചെയ്തു. ആദ്യം അവര് സംഭവം ഒരു സാധനം എന്തോ 4000 എത്ര രൂപയ്ക്ക് ഒരു സെറ്റോടെ എന്തോ ഓർഡർ ചെയ്തു. 3 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏപ്രിൽ ഓർഡർ ചെയ്ത് ഏപ്രിൽ മെയ് ജൂൺ എപ്പോഴാണ് കിട്ടുമെന്ന് പറഞ്ഞ്. അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരെണ്ണം കൂടി കയറ്റി 5800 രൂപയ്ക്ക് മൊത്തത്തിൽ അങ്ങ് ഓർഡർ ചെയ്ത്. അവസാനം അമ്മച്ചിയുടെ മാവും കലോ എന്ന് പറഞ്ഞ് ഒന്നും കിട്ടാതെ. എന്തായാലും കുട്ടി പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞൊരു ടൈം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങി. ജൂലൈ 15 മുതലാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയത്. കുറേ വീഡിയോ കോൾ ചെയ്തു, നോ റെസ്പോൺസ്. എന്നിട്ട് ജൂലൈ 25 ഞാൻ ചോദിച്ചിട്ടുണ്ട് FSA ഓർഡേഴ്സ്, ആ ഓർഡേഴ്സ് ഡിസ്പാച്ച് ആയോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കമ്മിങ് വീക്സിൽ അത് ഡിസ്പാച്ച് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആഗസ്റ്റിൽ ഫുള്ള് വിളിച്ചു, കുറേ മെസ്സേജസ് ചെയ്തു, നോ റെസ്പോൺസ്. പിന്നെ ഇടയ്ക്ക് അവർ മെസ്സേജ് അയച്ചിട്ട് പറയും അടുത്ത വീക്കിൽ ഡിസ്പാച്ച് ആവും, അടുത്ത വീക്കിൽ ഡിസ്പാച്ച് ആവും. അങ്ങനെ ആഗസ്റ്റ് ഫുള്ള് കഴിഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഓണറിനെ 2-3 വട്ടം വിളിച്ചു. അന്നേരം പറയും നമ്മളെ പറഞ്ഞങ്ങ് കൺവിൻസ് ചെയ്യും, അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് കൺവിൻസ് ചെയ്യും. പിന്നെ നമ്മൾ ഓക്കെ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകും കേട്ടോ, അതുപോലെയാണ് പറയുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം ആ ഒരു നമ്മൾ എന്താ പറയാ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ടൈമും കഴിഞ്ഞു, ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒക്കേഷൻസും കഴിഞ്ഞു. ഏപ്രിൽ പറഞ്ഞപ്പോൾ ലാർജ് സൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ എനിക്കിപ്പോൾ ആ സൈസ് കിട്ടിയിട്ട് കാര്യമില്ലെന്നായി, അതിലും ചെറുത് വേണം. അപ്പൊ അത് കിട്ടിയിട്ടും കാര്യമില്ല. അതൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട്. ഓർഡർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ അടുത്തുനിന്ന് ഭയങ്കരമായിട്ടുള്ള മോശം റെസ്പോൺസ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടുക്കത്തില്ല. കസ്റ്റമർ കെയർ നമ്പർ 2 കൊടുത്തിട്ടുണ്ട്, 2 എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസി ആയിരിക്കും. അതുപോലെ തന്നെ ഇവര് കമന്റ് സെഷൻ എല്ലാം ലിമിറ്റഡ് ആക്കി വെച്ചേക്കുക. നമുക്കപ്പം ആ കമന്റ്സിൽ പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇവരിങ്ങനെ പുതിയ പ്രൊഡക്റ്റിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ആണ് കിട്ടത്തുമില്ല, നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവരുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ട്, അതും കിട്ടണില്ല. ഓണറെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. അവരുടെ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, ഒരു റെസ്പോൺസ് ഇല്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ ഒരാഴ്ച മുന്നേ ഇവർക്ക് മെസ്സേജ് അയച്ചു, ഞാൻ എന്താണെങ്കിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പം ഓണറിന്റെ നമ്പർ തന്നെ ഓണറിനെ കിട്ടിട്ടോ. ഓണറിനെ വിളിച്ചു, അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പുതിയ ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതായത് 1000 രൂപ പ്ലസ് അതിന്റെ ഡെലിവറി ചാർജ്, അത് റീഫണ്ട് ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ഓർഡേഴ്സ് 3 കുർത്തീസ് ഓർഡർ ചെയ്ത് അതും വേണ്ട, കാരണം സൈസ് എനിക്ക് പറ്റത്തില്ല, ഇത്രയും നാളുമായി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു പറ്റത്തില്ല, അത് ഞങ്ങൾ ഓൾറെഡി ഈ വീക്ക് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് അതിനി റീഫണ്ട് ചെയ്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോന്നും പറഞ്ഞു ഓണറങ്ങ് ഒരു പ്രത്യേകതരം ഒക്കേഷൻ എന്തിനോ വേണ്ടിയിട്ട് അവര് ഓർഡർ ചെയ്തതാണ് ആദ്യം ഒരു സെറ്റോടെയൊക്കെ. അവസാനം അതും കിട്ടിയില്ല, പോയി. അതിന്റെ ഇടയിൽ അടുത്തൊരു 1000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത സാധനം അതും കിട്ടിയില്ല. അത് പിന്നെ റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഇവര് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം എന്നാ നിങ്ങൾ പോയി കേസ് കൊടുക്കും എന്നുള്ള രീതിയിലായി ആ ലെവലൊക്കെ എത്തിച്ചു. പക്ഷെ ഇവര് പിന്നെ ഇതിന്റെ കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ എവിടെയോ ഏതൊരു സ്ഥലത്ത് ചർച്ച നടന്ന സമയത്ത് ഇവര് പോയി അത് നോക്കുകയും കാര്യങ്ങൾ അവരെ കൂടെയൊക്കെ അവർ ഒരുമിച്ച് കേസ് കൊടുക്കാൻ നിന്നപ്പോൾ കൊറിയർ വഴി അയച്ചിട്ടുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ വീണ്ടും പറ്റിച്ച് വീണ്ടും ഇവരിതിങ്ങനെ കൊറിയർ ഓഫീസിൽ പോയപ്പോൾ അവിടെ സാധനം വന്നിട്ടില്ല, വീണ്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വീണ്ടും തേച്ച്. ഇവന്മാർ തേപ്പോട് തേപ്പ്. എടാ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊക്കെ ഈ പൈസയ്ക്ക് വാങ്ങിച്ച് തിന്നിട്ട് എവിടെ എല്ലിൻ്റെ ഇടയിൽ കയറുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഉടായ്പ് ഓൺലൈൻ ഫ്രോഡ് തന്നെ. നിങ്ങൾ കാരണം ബാക്കി മാന്യമായിട്ട് ബിസിനസ് നടത്തണമാർക്ക് കൂടി നാണക്കേടാണ് ബാക്കിയൊക്കെ.
ഈ പേജ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ പൈസ മാത്രമല്ല, ഞാൻ എത്ര ടൈം ഇതിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നറിയോ. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് അങ്ങനെ വിളിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മളെന്തിനാ നമ്മുടെ എന്താ പറയാ BP കൂട്ടുന്നത്? അപ്പോൾ നമ്മുടെ പൈസ കൊടുത്തിട്ട് നമ്മൾ BP കൂട്ടുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓൺലൈനായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് സുറിയ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള 38,000 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ്. അപ്പൊ ഇതിലിങ്ങനെ ഒന്നിച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ട്രാപ്പിൽ പെടുന്ന ഒത്തിരി സത്യല്ലേ, കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങുന്ന അവസ്ഥയാണ്. അതാണ് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിളയാട്ടം. ഇവരെ പോലെ ഓരോന്ന് ഉടായ്പകൾ കാണിച്ചിട്ട് ബാക്കി നന്നായിട്ട് കൊണ്ടുപോകുന്നവർക്കും കൂടി നാണക്കേടാണ്. കാരണം അവരെയും അയ്യോ ഇതുപോലത്തെ ന്യൂസുകൾ കാണുമ്പോൾ അവർ വീണ്ടും ഇവരെ ഒന്നും വാങ്ങത്തില്ല. ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാം ഫേക്ക് ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ വരും. ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല ഇൻസ്റ്റാഗ്രാം പേജുകളൊന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്ക് നമ്പിക്കയില്ല. എനിക്ക് തന്നെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ അല്ല നേരത്തെ, പക്ഷേ എനിക്ക് സാധനം വന്നായിരുന്നു. ഞാൻ പറഞ്ഞ കളറല്ല വന്നത്. ഇപ്പൊ ഒരു എയർപോർട്ട് വാങ്ങിയ സമയത്ത് തന്നെ ബ്ലാക്ക് ഓർഡർ ചെയ്ത് വൈറ്റ് വന്നായിരുന്നു. വൈറ്റ് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ വൈറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്കാണ് ആവശ്യം. വൈറ്റിന് 200 രൂപ കുറവാണ്, ബ്ലാക്കിന് 200 രൂപ കൂടുതലാണ്. വൈറ്റ് അല്ല എനിക്ക് ബ്ലാക്കാണ് ആവശ്യം എന്ന് പറഞ്ഞു. എനിക്ക് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. അവർ മാറ്റി തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് മെഴുകി കിടന്നു. എന്നിട്ട് അവസാനം എൻ്റെ 200 രൂപയെങ്കിലും അയച്ചു തരാൻ പറഞ്ഞു. അതും അയച്ചു തന്നില്ല, അതും തേച്ചു തന്നെ. അപ്പോൾ അയച്ചു തരാം ഞാൻ കുറേ ദിവസം ചോദിച്ചു. അപ്പം നിങ്ങളേക്ക് 200 രൂപ അല്ലേ പോട്ടയുടെ എന്ന് വെച്ചുകൂടെ? പറ്റൂല. ഒരു രൂപയായാലും നമ്മൾ കളയാൻ പാടില്ല, മനസ്സിലായി? കളയാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾക്ക് പൈസ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചായ കുടിക്കാനോ ആഹാരം കഴിക്കാനോ എന്തിനെങ്കിലുമൊക്കെ കൊടുക്കുന്നത് പോലെ അല്ലല്ലോ നമ്മളെ ഒരാൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് 200 രൂപയിലും 1 രൂപയിലും ഞാൻ വിടൂല. ഞാൻ കുറേ നാൾ ചോദിച്ചു, തന്നില്ല. അവസാനം അമ്മമാർ കൊണ്ടുപോയി എൻ്റെ 200 രൂപ. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അതുകൊണ്ട് അത് പിന്നെ എനിക്ക് എന്തോ പറയാ സാധനം വന്നു, പക്ഷെ കളർ മാറിപ്പോയി. കളർ വൈറ്റിന് 200 രൂപ കുറവാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്ലാക്കിനാണ് ഓർഡർ ചെയ്തത്. ഇതായിരുന്നു ആ അവസ്ഥ. അതുകൊണ്ട് ഇതൊക്കെ സർവ്വസാധാരണമാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക, വാങ്ങാതിരിക്കുക മാക്സിമം. പിന്നെ നല്ലതായിട്ട് ചെയ്യുന്നവരും കാണൂടെ, അവർക്കും കൂടി ഇവന്മാരെ കൊണ്ട് ചീത്തപ്പേര്. എന്തായാലും ഈ പറഞ്ഞ ചുക്രിയെ പറ്റിയിട്ട് വേറൊരു ആൾക്കും കൂടി അഭിപ്രായം ഉണ്ട്, അതും കൂടി കേട്ടു നോക്കാം. ആക്ച്വലി ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ടിപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി. എൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ, എൻ്റെ മാരേജ് ആയിരുന്നു, ആ ടൈമിൽ ഓർഡർ പ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ കുറേ പ്രാവശ്യം വിളിച്ച് എനിക്കതിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊഡക്റ്റിന് ഇവർക്കൊരു ഷോറൂം ഉണ്ട് ആലുവ പുളിഞ്ചോട് അവിടെ ഒരു ദിവസം ഡയറക്റ്റ് പോയിട്ട് ഒരെണ്ണം കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരെണ്ണം അയച്ചു തന്നു. സ്റ്റിൽ ഇനിയും എനിക്കൊരു അറൗണ്ട് 2400 അവരെനിക്ക് അതിൻ്റെ ഡ്രസ്സ് എനിക്ക് തരാനുണ്ട്. അത് തന്നിട്ടും ഇല്ല. റീഫണ്ട് ചോദിച്ചിട്ട് റീഫണ്ടും തരുന്നില്ല. ഇതേ സെയിം സിറ്റുവേഷൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇത് പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും പിന്നെ ഇവർക്ക് മെസ്സേജ് അയച്ചാൽ ഇവർ റെസ്പോണ്ട് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഫോൺ വിളിച്ചാൽ ഇവർ ഫോണും എടുക്കത്തില്ല നമ്മളുടെ. അപ്പോൾ ഈ രണ്ടും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ ഇവരെ പറ്റി ഓൾറെഡി യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഫേക്കാണ് ഇവരെന്ന്. ചുരുക്കി പറഞ്ഞ അല്ലേ, അതാണ് അമ്മരെ തേച്ചൊട്ടിച്ച്, അത്രേ ഉള്ളൂ. എടാ സത്യം, നീയൊക്കെ എങ്ങനെയാടാ ഇത്രയും പറ്റിച്ച് ഡെയിലി ആൾക്കാരെ പറ്റിച്ച് 10,000 രൂപ വാങ്ങിയിട്ട് ഒരു 4,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്കുള്ള സാധനം കൊടുത്തിട്ട് ബാക്കി മുക്കും. ഇതാണ് നിന്റെയൊക്കെ ഇടപാട്, മനസ്സിലായി? ഇവർക്ക് തന്നെ ഇവർ വിളിച്ച് കുറച്ച് പൈസ എന്താ റീഫണ്ട് ചെയ്ത് ബാക്കി മുക്കി. ഇതുപോലെ എത്ര ജനങ്ങൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വരും. ഇതിനെല്ലാം പറ്റിച്ച് മൂഞ്ചി തേച്ചൊട്ടിച്ച് ജീവിക്കണല്ലേ. എന്ത് സുഖമല്ലേ മറ്റൊന്നും പറ്റിച്ച് ജീവിക്കാൻ. ദയവ് ചെയ്ത് ആൾക്കാർ ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. ഇതുപോലത്തെ പ്രത്യേകിച്ച് ഇവനൊക്കെ കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും, ലിമിറ്റഡ് കമന്റ് ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാക്കണം ഉടായ്പാണെന്ന്. അതിൽ ലിമിറ്റഡ് കമന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് ആൾക്കാർ ഇവർ തന്നെ സെറ്റ് ചെയ്ത കുറച്ച് കമന്റ്സ് കാണും. സൂപ്പർ ഗ്രിയസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് ലിമിറ്റഡ് കമന്റ് ആക്കിയിട്ടിരിക്കും. അപ്പം നമ്മൾ പറ്റിക്കപ്പെടാറില്ല. അത് കണ്ടിട്ട് നമുക്ക് കമന്റ് ചെയ്യാനും പറ്റിയില്ല, അവിടെ ഒരുപാട് കമന്റ് ഒന്നും ഇല്ലെങ്കിൽ നോക്കാൻ പോകരുത്. നമ്മളെന്തിനും ഫ്ലിപ്പിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ റേറ്റിംഗും കമന്റ്സും ഒക്കെ നോക്കാറില്ലേ. അതേപോലത്തെ കമന്റ്സ് ഇവിടെ ഇൻസ്റ്റയിലും വരുമെന്ന് നോക്കണം, ഇല്ലെങ്കിൽ പോവാതിരിക്കുക. ഇത്രയേ ഉള്ളൂ, അല്ലേ? ഉടായ്പിൻ്റെ കാലോടെ ഇതിൻ്റെ ഇടയിൽ ഇന്നത്തെ കാലത്തിൻ്റെ ഇടയിൽ കൂടി ജീവിക്കാൻ പറയണം, പ്രയാസം സഹിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.